മഴയ്ക്ക് മുന്നേ ചിക്കൻ വൃത്തിയാക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ മഴയങ്ങ് എത്തിയായിരുന്നു കേട്ടോ. ഇതെന്താപ്പാ ഇന്ന് രാവിലെ തന്നെ ചിക്കനും കൂടെ മഴയൊക്കെ ആണല്ലോ എന്നാണെങ്കിൽ ഇത് ശീതുട്ടിയുടെ ബർത്ത്ഡേയുടെ അന്നത്തെ വ്ളോഗാണേ. ചിക്കൻ കട്ട് ചെയ്ത് വൃത്തിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് ബാക്കി പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. ചോറൊക്കെ നേരത്തെ തന്നെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അല്പം വൈകിട്ടാണ് ഉണർന്നത്. ബർത്ത്ഡേ കേൾത് രാവിലെ പാട്ടം പറക്കൊണ്ടിരിപ്പുണ്ടേ. ശീതൂട്ടി ഇന്നത്തെ ദിവസം ആകെ മൊത്തം ഭയങ്കര അലമ്പായിരുന്നു. രാവിലെ കാണുന്ന ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഫുൾ ടൈം കരച്ചിലായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു റെഡി. താങ്ക് യു. ഇന്ന് കേക്ക് മേടിക്കോ? എന്ത് കേക്കാ മേടിക്കണേ? ക്രീം കേക്ക് ആണോ? കുഞ്ഞിന് ഇഷ്ടമാണോ? എങ്ങനെ കഴിക്കണ ക്രീം കേക്ക്? എങ്ങനെ കഴിക്കണം നോക്കട്ടെ. അങ്ങനെ കഴിക്കോ? എങ്ങനെ കേക്ക് കട്ട് ചെയ്യണേ? അങ്ങനെ വലിയ സദ്യ ഒരിക്കലൊന്നും ഇല്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ അരപ്പമ്മ അരച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ചിക്കനും ബീഫൊക്കെ എത്ര കഴുകിയാലും മതിയാവത്തില്ല. ഞാനതുകൊണ്ട് ഈ പൈപ്പിലെ വെള്ളം തീരുന്നത് വരെ, പൈപ്പിലല്ല ടാങ്കിലെ വെള്ളം തീരുന്നത് വരെ മിക്കവാറൊക്കെ ഞാൻ കഴുകാറുണ്ട്. അന്നേരമൊക്കെ എനിക്ക് അമ്മയുടെ വയന്ന് തെറിയും കേൾക്കാറുണ്ട്. അച്ഛന്റെ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ പൊട്ടിപ്പോയെന്നും പറഞ്ഞ് അതിന്റെ പേര് അത് തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പൊന്നുമില്ല. അങ്ങനെ അച്ഛൻ വർക്ക്ഷോപ്പിലോട്ട് പോകുവാണ് കേട്ടോ അത് ശരിയാക്കാൻ. റിവേഴ്സ് ഗിയർ പൊട്ടിപ്പോയാലെന്താ, 2 മെഷീൻ ഞാൻ സ്വന്തമായിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ ആ 2 മെഷീനുകളാണ് ദേ നിന്ന് ഈ വണ്ടി തള്ളിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വണ്ടി തള്ളുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ക്യാമറ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതാകുമ്പോൾ എനിക്ക് വണ്ടി തള്ളണ്ടല്ലോ, വീഡിയോ എടുത്താൽ മാത്രം മതിയല്ലോ അല്ലേ. അങ്ങനെ അച്ഛന്റെ സൂര്യ നമസ്കാരം എല്ലാം കഴിഞ്ഞതേ വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക് പോവാണ്. ഇനി ഈ വണ്ടി എപ്പോൾ തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ തമ്പുരാന് മാത്രം അറിയാം കേട്ടോ. മിക്കവാറും വൈകുന്നേരമാവും. ഞാൻ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ പൊളിക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോൾ എന്നെ സഹായിക്കാനെന്ന് പറഞ്ഞ ഒരാൾ കൂടെ കയറി ഇരിപ്പുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെയാവുമെന്നോ. ഞാൻ പൊളിക്കാനുള്ള ഉള്ളി എടുത്ത് പാത്രത്തിലിടും, അവൾ അത് തിരിച്ച് പറക്കിയെടുത്ത് ബക്കറ്റിലിടും. അങ്ങനെ ആകെ മൊത്തം 1 മണിക്കൂർ അതിന്റെ പുറകെ അങ്ങോട്ട് പോയി കേട്ടോ. ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് മാറണമെങ്കിൽ 4 പേടെങ്കിലും വെച്ച് കൊടുക്കാറുണ്ട്. ഇതിപ്പോ അതിനും പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഇപ്പൊ ചിക്കൻ വെക്കുമ്പോൾ സവാള അങ്ങനെ എടുക്കാറില്ല, കൊച്ചുള്ളി മാത്രമേ എടുക്കാറുള്ളൂ. എന്നെ ഉള്ളി പൊളിച്ച് സഹായിക്കാൻ വേണ്ടിട്ട് ഇതേ മോനും വന്ന് എത്തിയിട്ടുണ്ട്. ഇനിയാണ് അങ്ങോട്ട് അംഗം തുടങ്ങാൻ പോകുന്നത് കേട്ടോ രണ്ടും കൂടെ. ഞാൻ രാവിലെ ചിക്കന്റെ പരിപാടി നോക്കുന്ന സമയം കൊണ്ട് അമ്മ ചോറൊക്കെ വെച്ചു. അടുത്തതേ ദോശ ഇട്ടുകൊണ്ടിരിക്കുവാണേ. ഇതിനിടയ്ക്ക് ആകെ മൊത്തം ചെയ്തിട്ട് മൊത്തത്തിൽ കട്ട കലുപ്പ് അലമ്പുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചു നേരം അവളെ എടുത്തോണ്ടിരുന്ന അവളുടെ കരച്ചിലൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ കൊച്ചുള്ളി ദേ അരിയാൻ വേണ്ടിട്ട് ഇരുന്നിട്ടുണ്ട്. നമ്മുടെ കട്ടിംഗ് ബോർഡ് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുക്കാറുണ്ട് ഇതിനകത്ത്. ശീതോട്ടി ഇപ്പൊ ഇങ്ങനെ അമ്പിയായിട്ടിരിക്കണം എന്ന് വിചാരിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ അന്യനായിട്ട് മാറും കേട്ടോ. ഇന്നലെ വൈകുന്നേരം കുറച്ച് ചിക്കൻ എടുത്ത് സ്റ്റൂ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കൻ എടുത്ത് സ്റ്റൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ല, ചിക്കൻ സ്റ്റൂ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ പിള്ളേർക്ക് അതും കൂട്ടി കൊടുത്തു. ഞാനും 2 ദോശ കഴിച്ചായിരുന്നേ. ചൂട് തുടങ്ങിയ ശേഷം അങ്ങനെ ഭക്ഷണം കഴിപ്പ് അധികമായിട്ടില്ല, കംപ്ലീറ്റ് വെള്ളം കൂടിയാണ് കേട്ടോ. 2 ദോശ വാരിപ്പറക്കി വയറിന്റെ ഒരു സൈഡിലോട്ട് ഇട്ടതിന് ശേഷം അടുത്തതേ ഞാൻ മസാലകളെല്ലാം വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. ചിക്കൻ തോരനാണ് ഇന്നും വയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ 2 വട്ടം വെച്ചപ്പോഴും കണ്ണനില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമം, കണ്ണം വരുമ്പോൾ ചിക്കൻ തോരൻ നിന്ന് വെച്ച് കൊടുത്താൽ മതിയെന്ന്. അതാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ തോരന്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കയറി കണ്ടേക്കണേ കാണാത്ത ആൾക്കാർ. ചിക്കൻ തോരൻ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ശീതൂട്ടിയുടെ അച്ഛൻ വിളിച്ചായിരുന്നു. പിന്നെ സംസാരിച്ചോണ്ട് വന്ന സമയത്ത് ശീതൂട്ടി വന്നതേ ആകെ അലമ്പ് പിന്നെയും തുടങ്ങിയിട്ടുണ്ടേ. ചിക്കൻ ഇച്ചിരി കൂടുതൽ ഉണ്ടായിരുന്നോണ്ട് തന്നെ ഈ മണക്ക് പാത്രത്തിൽ കൊള്ളുവോ എന്ന് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ദേ എല്ലാം കൂടെ നന്നായിട്ട് അതിനകത്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി അരപ്പും കൂടെ ഇടുമ്പോൾ എന്താവും അറിയില്ല കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷന്റെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു ചിക്കൻ കഴിച്ചിട്ടാണോ, അതായത് നോൺ വെജ് കഴിച്ചിട്ടാണോ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അവരോട് മറുപടി പറഞ്ഞത് ചിക്കൻ കഴിച്ചതിന് ശേഷം കുളിച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയതെന്ന്. അപ്പോൾ അവർ അടുത്ത ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പീരിയഡ്സ് ആയതിനു ശേഷം കുളിച്ചിട്ട് അമ്പലത്തിൽ പോവോ എന്ന്. എന്നാ പിന്നെ അതിനുള്ള മറുപടി വീഡിയോയിൽ കൂടെ തന്നെ പറയാന്ന് വിചാരിച്ചേ. അതായത് രമണ, നോൺ വെജ് കഴിച്ചാൽ കുളിക്കുന്നതിലൂടെ ശാരീരികമായ മാറ്റം നമുക്ക് മാറ്റാനാകും. എന്നാൽ പീരിയഡ്സ് ശരീരത്തിന്റെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്, അത് മാറ്റിവെക്കാവുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് പീരിയഡ്സ് സമയത്ത് അമ്പലങ്ങളിൽ പോകാൻ പലയിടങ്ങളിലും നിയന്ത്രണമുള്ളത്. ഇത് രണ്ടും ഒരിക്കലും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. എന്ന് വെച്ചാൽ ചിക്കൻ കഴിക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള അവസ്ഥയാണ്. അത് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോകാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാതെ അമ്പലത്തിൽ കയറണമെന്ന് ആരും ഒരിടത്തും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എന്നാൽ പീരിയഡ്സ് ആയിട്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നുള്ളത് മനസ്സിന്റെ ഒരു വിശ്വാസമാണ്. നിങ്ങൾക്ക് അത് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതിനിടയ്ക്ക് അമ്മയുടെ സാമ്പാറിന്റെ കഷ്ണങ്ങൾ കുക്കറിൽ ഇരുന്നതേ കൂകി വിളിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ദാഹിച്ചിട്ട് ഒരു ഓറഞ്ച് എടുത്ത് പിടിയാൻ നോക്കിയാണ്. ഇത് മിക്കവാറും ചവിട്ടി പിടിയേണ്ടിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം, നാരങ്ങ വെള്ളമല്ല ഓറഞ്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം അമ്മയുടെ സാമ്പാറിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല കിടുക്കാച്ചി സാമ്പാറായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ തോരനും സാമ്പാറും പരിപ്പ് കറി എല്ലാം ആയി. അതിനുശേഷം എന്തിനാണ് ഈ സവാള വീണ്ടും വെട്ടിക്കൂട്ടി വെക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു സാലഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അരിഞ്ഞു പറക്കി വെച്ചപ്പോഴാണ് മനസ്സിലായത് തൈരില്ലായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ ഒന്നും നോക്കില്ല, അതിനകത്തേക്ക് ഒരു ഓറഞ്ച് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയായിട്ട് ഈ മഴ അങ്ങോട്ട് മാറിയിട്ടില്ല. ഞാൻ ഈ കുക്കിങ്ങിന്റെ ഇടയിൽ വെപ്രാളം പിടിച്ച് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ കേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ് ഇത്തതേ അവിടെ വന്ന് നിൽക്കുവാന്ന് പറഞ്ഞ് അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി പോകുമായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതേ കണ്ണിന് വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ വീട്ടില്. നിന്റെ തോക്കാ എവിടെ വാങ്ങിച്ച ബാറ്ററി ഇല്ല? ഞാൻ പറഞ്ഞില്ല സാധനം ഇല്ലെന്ന്, അവിടെ ബാറ്ററി ഇല്ലായിരുന്നു കടയില്. ഏതെങ്കിലും ആ ഫാൻ്റെ
അങ്ങനെ വീട്ടിൽ വന്ന പാടെ രണ്ടുപേരും കൂടെ ദേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സാവാനുള്ള പരിപാടി കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഞാനൊന്ന് പപ്പടം കാശാന്ന് വിചാരിച്ചു. ഇത് ചീട്ട് കളിക്കാൻ വേണ്ടി ചീട്ട് അടിച്ചു കൂട്ടുന്നല്ല കേട്ടോ, പപ്പടമാണേ. പപ്പടം എന്താണെന്നറിയില്ല, കൊള്ളത്തില്ലായിരുന്നു. നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നില്ലായിരുന്നു, ഒരുമാതിരി ചപ്പാത്തി ചുട്ടെടുത്ത മാതിരിയാണ് ഇരുന്നത്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു ആചാരമാണ് ഈ ആചാരം ഒന്നും പറയാൻ പറ്റില്ല, ഒരു സംഭവമാണ് ഈ ചോറിന്റെ കൂടെ പരിപ്പ് കറിയും പപ്പടവും ബർത്ത്ഡേക്ക് വേണമെന്നുള്ളത് അല്ലേ. അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴേക്കും അച്ഛൻ ദേ പുത്തൻ ഉടുപ്പും കൊണ്ട് വന്നിട്ടുണ്ട് ശീതൂട്ടി കൊടുക്കാനേ. ശീതൂട്ടി ഇപ്പൊ ഇട്ടുന്ന ഡ്രസ്സ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്ന ഡ്രസ്സാണ്. എന്നാ പിന്നെ അത് തന്നെ ഇട്ട് കേക്ക് കെട്ടിയാന്ന് വിചാരിച്ചേ. അച്ഛൻ മേടിച്ചുകൊണ്ടുവന്ന ഡ്രസ്സ് ഇട്ടില്ലെന്ന് വെച്ചാൽ അതാണ് വൈകുന്നേരം അമ്പലത്തിൽ പോകുമ്പോൾ ഇടുന്നത് കേട്ടോ. അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ഞങ്ങൾ ഇത് സെലിബ്രേഷൻ ചെയ്തില്ല, ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്ത് കേട്ടോ. ഇതൊക്കെ പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അടിപൊളി കേക്കായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വിത്ത് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കി തരുന്നത്. പക്ഷെ അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത പരിപാടി ഉച്ചയ്ക്ക് ചോറ് കഴിക്കലാണ്. ഉച്ചയ്ക്കല്ല, ശരിക്കും പറഞ്ഞാൽ 3 മണി കഴിഞ്ഞ് ചോറ് കഴിച്ചപ്പോഴേ ശീതുട്ടിക്ക് ചിക്കനോട് വലിയ താല്പര്യം അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് തോരനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പരിപ്പ് കറിയും പപ്പടവും കൂട്ടി മാത്രമാണ് കൊടുത്തത്. പായസം ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. ശീതുട്ടിയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഹർത്താലായതുകൊണ്ട് അതുകൊണ്ട് കടകളൊന്നും അങ്ങനെ തുറന്നില്ല. അതുകൊണ്ട് പായസം മിക്സും മറ്റു കാര്യങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ലേ. ഇത് ഞങ്ങളുടെ നെയ്ബർ ശീതുട്ടിക്ക് കൊടുത്ത ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ഫ്രോക്ക്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പുത്തൻ ഫ്രോക്ക് കിട്ടിയ ശേഷം അവരെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയും കൊച്ചുമോളും കൂടെ അങ്ങോട്ട് പോവുകയാണ്. കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഈ കിടക്കുന്ന വണ്ടി മേടിച്ചിട്ട് ഇപ്പൊ കുറേ വർഷമായി. ഇപ്പൊ 1 വർഷം കൊണ്ട് അതിന്റെ ബാറ്ററി ചാർജ് ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റാതിരിക്കുവായിരുന്നു. ഇത്തവണ വന്നപ്പോൾ കണ്ണൻ ചാർജ് അല്ല, ബാറ്ററി കൂടെ കൊണ്ടുവന്നായിരുന്നേ. വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ്. ചെയ്തിട്ട് ഇപ്പൊ ഇട്ടേക്കുന്ന ഫ്രോക്കാണ് അച്ഛൻ മേടിച്ചു കൊടുത്തത് കേട്ടോ. അച്ഛനും അമ്മയും കൂടെ മേടിച്ചാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഈ സാരിയുടെ ലിങ്ക് കുറച്ച് പേര് ചോദിച്ചിരുന്നു, ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷന്റെ 400 സംതിങ് രൂപയുടെ കളറൊന്നും പോകുന്നില്ല, നല്ല അടിപൊളി സാധനമാണ്. ഇതിൽ പറ്റുമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാവേ. വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ കണ്ണൻ തിരിച്ച് വീട്ടിലേക്കും പോയി. ഞങ്ങൾ നേരെ ചടയമംഗലത്തുള്ള അമ്പലത്തിലേക്കും പോയായിരുന്നേ. സാരി എത്ര ഉടുക്കാൻ അറിയാത്ത ആളിനാണെങ്കിലും ഈ സാരി ഉടുക്കാൻ നല്ല എളുപ്പമാണ്. കാരണം ഉടുത്തെടുത്തിരിക്കുന്ന സാധനം കേട്ടോ. ക്യാമറ ഓഫ് ചെയ്തു ക്യാമറ ഇല്ല. അങ്ങനെ അമ്പലത്തിലേക്ക് കയറി പ്രാർത്ഥിച്ച് കുറേ നേരം അവിടെ പുറത്തിറങ്ങി ഇങ്ങനെ ഇരുന്നായിരുന്നു. അതൊരു സമാധാനമല്ലേ. വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞപ്പോൾ ദേ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഗ്ലാസ്സുകളിൽ പഞ്ചാമൃതം മാതിരി ഒരു പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയായിരുന്നു 2-3 ഗ്ലാസ്. അപ്പൊ ഇന്നത്തെ ഡേ മൈ ലൈഫും ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ടാറ്റാ ബേബി, സീ യു.